പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഓഗസ്റ്റ് മാസം 24 ആമേൻ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന ഈ പ്രഭാതത്തിൽ കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓരോ ദിവസവും അത്ഭുതകരമായി കർത്താവെ അങ്ങ് ഞങ്ങളെ നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം. ഇനി നടത്തുന്ന കർത്താവിന് സ്തോത്രം. ഓരോ ദിവസവും കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്കായി തന്നതിന് സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളുടെ സകല പാപത്തെയും കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ നീതീകരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കാൽവരി രക്തത്തിനായിട്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങ് ആക്കി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. തുടർന്നും ഇന്നത്തെ പകൽക്കാലം നിങ്ങൾക്ക് കഴിയുവോളം സമയം ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം, കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ മനോഹരമായ പ്രഭാതത്തിൽ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അങ്ങയിലേക്ക് നോക്കി ആരും ലജ്ജിച്ചു പോയില്ലല്ലോ. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അപ്പയെ അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ കൃപകൾ കൊണ്ട് അങ്ങ് നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. അവരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ ഗ്രേസ്, ആമേൻ, കൃപമേൽ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളിൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ, ഒരു മിറക്കിൾ ഡേ ആയി യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ രോഗങ്ങൾക്കും അങ്ങ് നല്ല വൈദ്യനാകിയാൽ സ്തോത്രം. ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതകരമായ രോഗസൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അവൻ ശരീരത്തിലുണ്ടായിരിക്കുന്ന അലർജികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അവൻ വെരിക്കോസ്വയിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ പൂർണ്ണ സൗഖ്യമാകട്ടെ. പാരമ്പര്യമായ രോഗങ്ങൾ കൈമാറി, അത് മാതാവിലുണ്ടായിരുന്ന രോഗം, പിതാവിലുണ്ടായിരുന്ന രോഗം, കൈമാറ്റപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ ഇപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ട്രഡീഷണലായി കയറിയിരിക്കുന്ന സിക്നസ്സുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ട്രഡീഷണൽ സിക്നസ്സുകളും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ പൂർണ്ണമായി. ആമേൻ. എല്ലാ പാരമ്പര്യ രോഗശക്തികളും വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവിക അത്ഭുതങ്ങൾ തൻ്റെ മക്കളുടെ മേൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ബ്ലഡ് ഡിസോർഡറുകളും ഇപ്പോൾ ഹീലാകട്ടെ. ബ്ലഡിനകത്തുള്ള എല്ലാ തരത്തിലുള്ള രോഗങ്ങളും കൂടുതലായാലും കുറവായാലും അതെന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും രക്തം ശുദ്ധമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശുദ്ധമാകട്ടെ. ആമേൻ. എല്ലാ ബ്ലഡ് ഡിസോർഡറുകളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തക്ക തുണയെ ഒരുക്കി അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ ആവശ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യും. ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്ന കർത്താവെ, അങ്ങയുടെ വേലയെ അല്ലെങ്കിൽ സഭായോഗങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അവിടെ വലിയ ആത്മപകർച്ച ഉണ്ടാകണമേ. വലിയ ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ
ആമേൻ. വലിയ ദൈവപ്രവൃത്തി ഇന്നത്തെ പകൽക്കാലം കാണട്ടെ. അതുപോലെ കർത്താവെ, പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ മേലും അങ്ങനെ ഹീലിംഗ് വെർച്യു ഇറങ്ങി വരട്ടെ. ഇവരുടെ യൗവനം കഴുകനെ പോലെ പുതുകി വരട്ടെ. ഇവരുടെ കാലുകൾ മാൻപേടെ കാലുകൾക്ക് തുല്യമായി തീരട്ടെ. ഞാൻ ഇവരെ ബ്ലെസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാകും. നിശ്ചയമായിട്ടും നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. കർത്താവ് അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേക അനുഗ്രഹങ്ങളെ നൽകും. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ലൈഫിൽ നിറഞ്ഞു കവിയുവാൻ ഇടവരും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് തന്ന ആലോചന എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന വചനം 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളാണ്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്ന് പറയുന്നത്, ദൈവവചനം ആകുന്ന ഭക്ഷണം അല്ലെങ്കിൽ പാൽ ദൈവമക്കൾ കുടിപ്പാൻ വാഞ്ചയുള്ളവരായിരിക്കണം. ഒരു വ്യക്തി എങ്ങനെ വളരുന്നു എന്നുള്ളത് ആ ആൾ കഴിക്കുന്ന ആഹാരത്തെ ഡിപ്പെൻഡഡ് ആണ്. ആ ആളിൻ്റെ ഡെവലപ്മെൻറ്റ്, അതായത് ഒരു കുഞ്ഞിനെ നോക്കിയാൽ ആ കുഞ്ഞിൻ്റെ വളർച്ച എങ്ങനെയാണ് എന്നുള്ളത് ആ കുഞ്ഞ് കഴിക്കുന്ന ആഹാരത്തിനെ ഡിപ്പെൻഡഡ് ആണ്. ഈ നമുക്കറിയാം, മെഡിക്കൽ സയൻസൊക്കെ പ്രൂവ് ചെയ്തിരിക്കുന്നതായ കാര്യമാണ്. അപ്പോൾ ഒരു കുഞ്ഞ് മാൽ ന്യൂട്രീഷൻ അനുഭവിച്ചാൽ, അല്ലെങ്കിൽ കറക്റ്റ് പോഷകമായ ആഹാരങ്ങൾ ലഭിക്കാതിരുന്നാൽ, ആ കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ മറ്റുള്ളവരുടെ ഫങ്ഷനേക്കാളും താഴെ പോകുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ പ്രായത്തിനനുസരിച്ച് ഉള്ള ബ്രെയിൻ ഫങ്ഷനുകൾ ഉണ്ടാകാറില്ല. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ആളുകൾ പറയത്തില്ലേ, ഒരു പക്ഷി കഴിക്കുന്ന ആഹാരത്തിനനുസൃതമാണ് ആ പക്ഷി ഉയർന്നു പൊങ്ങുന്നതിൻ്റെ ലെവൽ. അതുപോലെ തന്നെയാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ പോഷകാഹാരത്തിൻ്റെ കുറവ് വന്നാൽ അവരുടെ ആത്മീക വളർച്ച മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള വളർച്ചയും മുൻപോട്ടുള്ള യാത്രയും അത് ബാധിക്കും. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ ദൈവവചനം നമ്മൾ ഭയങ്കര പ്രാധാന്യം കൽപ്പിക്കണം. ദൈവവചനത്തിന് വളരെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൽപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായി മുന്നേറാൻ കഴിയത്തുള്ളൂ. അപ്പം എന്താ വേണ്ടി പത്രോസ് അപ്പോസ്തലൻ പീഡനങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ദൈവസഭയെക്കുറിച്ച് അവരോടാണ് സംസാരിക്കുന്നത്. അവർ ശക്തമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. അവരോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെ പോലെ ദൈവവചനത്തും, ഇപ്പോൾ ജനിച്ച കുഞ്ഞിൻ്റെ പ്രത്യേകത തന്നെ, അവർക്ക് വേറെ ചിന്തയൊന്നുമില്ല. അവർക്ക് ടൂറിന് പോകണമെന്നില്ല, അവർക്ക് കളിക്കാൻ പോകണമെന്നില്ല, അവർക്ക് പാല് കുടിക്കണമെന്നേ ആഗ്രഹമുള്ളൂ. ഇതുപോലെ ദൈവമക്കൾക്ക് ദൈവവചനം, വിശുദ്ധമായ ദൈവവചനം, മായമില്ലാത്ത വചനം, കലർപ്പില്ലാത്ത വചനം കുടിക്കുവാൻ, കഴിക്കുവാൻ ഭയങ്കര ആഗ്രഹങ്ങൾ ഉണ്ടാകണമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. എന്തിനാണ്? ഒന്ന്, ആത്മീക വളർച്ച ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഭക്ഷിക്കണം. പ്രതികൂലങ്ങളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം വേണം. യേശുവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം വേണം. ഇതൊരു 3 കാര്യം ജസ്റ്റ് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ. അതായത് ഒരു മനുഷ്യൻ ആഹാരം കഴിക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയാണ്? ആഹാരം കഴിക്കുന്നത് വിശപ്പ് മാറാൻ മാത്രമല്ല. ആഹാരം കഴിക്കുന്നത് ആ ആഹാരത്തിന് രുചിയുള്ളത് കൊണ്ട് മാത്രമല്ല. ആ ആഹാരം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വളർച്ച ഉണ്ടാകണമെങ്കിൽ ആഹാരം കഴിക്കണം. ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകണമെങ്കിൽ ആഹാരം കഴിക്കണം. ശക്തി ഉണ്ടാകണമെങ്കിൽ ആഹാരം കഴിക്കണം. വല്ല ജോലി ചെയ്യണമെങ്കിൽ ആഹാരം കഴിക്കണം. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് ആഹാരം കഴിക്കുന്നത്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മനുഷ്യ ശരീരത്തിന് ഭൗതികമായ ആഹാരം എത്രമാത്രം പ്രാധാന്യമാണോ അതുപോലെ, അല്ലെങ്കിൽ അതിലധികമായി പ്രാധാന്യമാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനം ഉള്ളിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധിയും നമുക്ക് ജയിക്കാൻ കഴിയും. ഏത് പ്രതികൂലങ്ങളെയും നമുക്ക് ജയിക്കാൻ കഴിയും. അപ്പം എന്ത് ചെയ്യണം? ദിവസവും ദൈവവചനം വായിക്കണം. ഈ വായിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഇങ്ങനെ ഒരു ചടങ്ങിനായിട്ട് വായിക്കില്ല. ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും ചടങ്ങിനായിട്ട് ഭക്ഷണം കഴിക്കുക, എന്നാൽ പിന്നെ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും കഴിച്ചേക്കാം, അങ്ങനെയല്ല. അല്ല രാവിലെ എഴുന്നേറ്റ് വേദവസം വായിച്ചേക്കാം, അങ്ങനെയല്ല. ഭക്ഷണം കഴിക്കുന്ന എന്തിനു വേണ്ടിയാണ്? കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പം ഭക്ഷണം കഴിക്കുന്ന മാതാപിതാക്കളെ കാണിക്കാനും പറ്റിക്കാനും ഒക്കെ ആയിട്ടാണ്. പക്ഷേ നമ്മൾ ദൈവമക്കൾ ദൈവിക വചനം ഭക്ഷിക്കുന്നത് രാവിലെ പറയണം, ഇതെൻ്റെ ആഹാരമാണ്, ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് വേണം ദൈവവചനം ഭക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ വെറുതെ വായിച്ചു വിടുകയില്ല. അത് നമ്മുടെ ഉള്ളിൽ കയറണം, നമ്മുടെ ആത്മാവോട് അലിഞ്ഞു കയറണം. ഉച്ചയാകുമ്പോൾ വീണ്ടും വചനം വായിക്കണം.
എന്നിട്ട് പറയും ഇതെൻ്റെ ലഞ്ചാകുന്നു. ഒരു ഡിസിഷൻ എടുത്താട്ടെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ദൈവവചനം ഭക്ഷിക്കും, ലഞ്ച് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ദൈവവചനം ഭക്ഷിക്കും, 4 മണിക്ക് ചായ കുടിക്കുന്നതിന് മുമ്പ് ഞാൻ ദൈവവചനം ഭക്ഷിക്കും, വൈകിട്ട് കിടക്കുമ്പോൾ വചനം വായിച്ചിട്ടേ കിടക്കത്തുള്ളൂ. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഇമ്പോർട്ടൻസ് ആണ്. അത് വലിയ അനുഗ്രഹമുണ്ട്. 2, വചനം വായിക്കുക മാത്രമല്ല, അതിനെ മെഡിറ്റേറ്റ് ആൻഡ് മെമ്മറൈസ് ചെയ്യണം. ധ്യാനിക്കുകയും ഓർമ്മയിൽ വെക്കുകയും ചെയ്യണം. അത് മറക്കല്ലേ. 3, ആ വചനത്തിനകത്ത് പറയുന്ന കാര്യങ്ങളെ നമ്മൾ അനുസരിക്കണം. വചനം എന്നത് കണ്ണാടിയാണ്. കണ്ണാടി പോലെ കണ്ണാടിയിൽ നോക്കുക. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നോക്കുമ്പോൾ അതിനകത്ത് തിരുത്താൻ പറഞ്ഞ കാര്യം തിരുത്തണം, വിശ്വസിക്കാൻ പറഞ്ഞ കാര്യം വിശ്വസിക്കണം, ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യണം. അതുപോലെ തന്നെ ദൈവവചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്നവരായിരിക്കും കേട്ടോ. ഈ ദിവസങ്ങളിൽ ദൈവവചനം ആകുന്ന ഭക്ഷണത്തെ ഹല്ലേലൂയ നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മളോട് ഓരോരുത്തരും ചോദിക്കും, ചോറുണ്ടോ, രാവിലെ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്ന പോലെ മറ്റുള്ളവരോട് പറയാം ബ്രേക്ക്ഫാസ്റ്റ്, ആത്മാവിന് ബ്രേക്ക്ഫാസ്റ്റ്. അകത്തെ മനുഷ്യന് ആവശ്യമായ വചനം ഭക്ഷിച്ചോ നമ്മളോട് ചോദിക്കണം, വീട്ടിലുള്ളവരോട് ചോദിക്കണം, ഉച്ചയ്ക്കും ചോദിക്കണം, വൈകിട്ടും ചോദിക്കണം. അങ്ങനെ നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു റിവൈവൽ ഉണ്ടാകട്ടെ. നിങ്ങൾ വചനം ഭക്ഷിക്കുന്നവരായി തീരട്ടെ, വചനം കാംക്ഷിക്കുന്നവരായി തീരട്ടെ. വചനത്തിനായിട്ടൊരു വിശപ്പുണ്ടാകണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വയറിനകത്ത് ഒരു കത്തലുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, ഉച്ചയ്ക്കൊരു വിശപ്പ്. അതുപോലെ തന്നെ വചനത്തിന് വേണ്ടി ഒരു വിശപ്പുണ്ടാകണം. അങ്ങനെ വന്നാൽ നിങ്ങളുടെ ജീവിതം മാറിമറിയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രയോജനമുള്ളവരായിത്തീരും. പിതാവേ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഇവർ വചനത്തിനുള്ള ദാഹം ഇവർക്കുണ്ടാകട്ടെ. യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാളെ രാവിലെ വീണ്ടും ഞങ്ങൾ ഈ സന്ദേശത്തിലൂടെ അന്യോന്യം കാണും വരെയും അങ്ങയുടെ രക്തത്തിൻ മറവിൽ എല്ലാവരെയും മറയ്ക്കുന്നതിന് സ്തോത്രം. വചനം അവരുടെ ഉള്ളിൽ പ്രകാശിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും we are blessed, we are really blessed, we are permanently blessed and highly favored. God bless you, God bless you, God bless you. വചനത്തിനായിട്ടുള്ള വിശപ്പുണ്ടാകണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.